ഈ UDF എന്ന് പറയുന്ന ഞങ്ങളുടെ ഘടകകക്ഷി, ഞങ്ങളുടെ സഖ്യകക്ഷി തന്നെയാണ് മുസ്ലിം ലീഗ്. അത് വേറൊരു തരത്തിൽ കാണേണ്ട കാര്യമല്ല. കോൺഗ്രസും ലീഗും എല്ലാം ഞങ്ങളുടെ ഘടകകക്ഷി തന്നെയാണ്, അതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഇപ്പോൾ NDA എന്ന് പറയുന്നത് BJP മാത്രമല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ തന്നെ അതൊരു ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു സാമാന്യ ബോധം വേണമെന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്നത് പോലെ പാലക്കാട് സംഭവിച്ചത്, പാലക്കാട് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി CPM വളരെ നേട്ടമാണ്. കാരണം എന്താ, BJPയുടെ കോട്ട എന്ന് പറഞ്ഞിരുന്നതും BJP കഴിഞ്ഞ തലത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉൾപ്പെടെ 2ാം സ്ഥാനത്തെത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ 2ാം സ്ഥാനത്തെത്തിയ BJPയിൽ നിന്ന് ചോർന്ന വോട്ടുകൾ അത് എങ്ങോട്ട് പോയി എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചാൽ മതി. അപ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാരയെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യം പല കോണിലും പല തെരഞ്ഞെടുപ്പുകളിലുമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ UDFന്റെ ഇത്രയും തിളക്കമാർന്നൊരു വിജയം കാണുമ്പോൾ അത് പിന്നെ SDPയെ സഹായിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി സഹായിച്ചിട്ടാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന സഹായിച്ചിട്ടാണ് എന്ന് പറയുന്ന ശൈലി ശരിയല്ല. ഞങ്ങൾ ഒരു കാര്യം പറയാം, നിങ്ങളുടെ സഹപ്രവർത്തകരായിരുന്ന പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്ന പല ആളുകളും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള ഒരു രീതിയിലുള്ള ഒരു മാറ്റിമറിച്ചിലൊന്നും ആ തരത്തിലുള്ള ഒരു വർത്തമാനവും ശരിയല്ല.